വണ്ടി തൽക്കാലം എന്തെങ്കിലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അങ്ങ് സൈഡാക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ സേഫായിട്ട് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ ഉള്ളോട്ട് എൻ്റെ മോനെ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഗാർഡ്സ് ഉണ്ട്. മേലെ സ്നൈപ്പേഴ്സൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വൻ സീനാവൂല. അവന്മാരെ തീർക്കാണ്ട് നമുക്കെന്നാൽ നേരെ ഉള്ളിലോട്ട് കയറാനും പറ്റത്തില്ല. അപ്പോൾ അവന്മാരാദ്യം നമുക്ക് തീർക്കണം. അപ്പോൾ നമ്മുടെ സ്നൈപ്പർ റീഫിലൊക്കെ തന്നെ ഉണ്ട് എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് നോക്കി ആൾക്കാരെ എടുക്കണം. അപ്പോൾ അവനെ അങ്ങ് തീർത്തേക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ആരും തന്നെ അലേർട്ട് ആയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ ഇതിൽ ഒരുത്തൻ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ മേലത്തെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇപ്പുറത്തവനെ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആ മൂലയ്ക്ക് അവൻ എത്തിയിട്ടുണ്ട്. അവനെ നമ്മൾ നൈസായിട്ടൊക്കെ തന്നെ അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, സെറ്റ് ഗായ്സ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങ് ഓടിച്ചല്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടെ അങ്ങ് കവർ എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരുത്തനുണ്ട്. അവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ അങ്ങ് തീർക്കാം. തൽക്കാലം ഈ പുറത്തുള്ള രണ്ട് അവന്മാരെ നമ്മൾ തീർക്കുന്നില്ല. കാരണം ഉള്ളിൽ ആരെയും തന്നെ ഉണ്ടെങ്കിൽ അവന്മാർ പെട്ടെന്ന് തന്നെ കാണാനൊക്കെ തന്നെ സാധ്യതയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവൻ നമ്മുടെ അടുത്തോട്ട് എത്തട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇവനെ തീർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അടുത്ത് സൈലൻസറുള്ള ഒരു ഈ സപ്രസറൊക്കെ തന്നെ ഉള്ള ഒരു പിസ്റ്റലുണ്ട്. സീൻ ഗായ്സ്. അപ്പോൾ നമ്മൾ എൻ്റെ മോനെ അവൻ അലേർട്ടായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ സീനായില്ല, അലേർട്ട് ആയില്ല. ആരും തന്നെ അലേർട്ട് ആയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് തെർമൽ സ്കോപ്പ് ഒന്ന് എടുത്തിട്ട് ഓണാക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഒരുത്തനുണ്ട്. അവിടെ ഒരുത്തൻ. അപ്പോൾ ഇവനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ളവന്മാരൊക്കെ തന്നെ കാണും. അപ്പോൾ നമുക്ക് നൈസായിട്ട് നടന്ന് കയറാം. ഓക്കെ, നമുക്ക് ഈ വെപ്പൺ തന്നെ എടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഫുൾ ആളാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് ടാർഗറ്റ് 5K ലൈക്സാണ്. എല്ലാവരും തന്നെ അത് കയറി തികച്ചേക്കുക. പിന്നെ എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുക. നമ്മൾ റോഡ് ടു 100K ആണ് ഗൈസ്. അപ്പോൾ ഏതാണ് സബിനുള്ളിൽ നമ്മൾ 100K എടുത്തു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പോളി ഗൈസ്. അവനെ നമ്മളങ്ങനെ നൈസായിട്ട് തീർത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇത് അവനെ അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ അലേർട്ടാവും, ആൾക്കാർ അലേർട്ടാവും. അവനെ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോപ്പൊക്കെ തന്നെ കുറയ്ക്കുന്നുണ്ടല്ലോ, സീനാവോ. അപ്പോൾ അവിടെ 2 പേരുണ്ട്. ഇവിടെ 2 പേര് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ ഇവിടെ ഇവനെ തീർക്കാൻ നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവനെ നമ്മളങ്ങ് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവനെയും കൊന്നു. അപ്പുറത്ത് ഒരുത്തൻ കൊന്നല്ലോ, അവനെയും തീർത്തിട്ടുണ്ട്. ഇവനെ അങ്ങ് എടുക്കാം. അപ്പോൾ പോളി ഗൈസ്. അപ്പോൾ എല്ലാം തന്നെ ഒക്കെ പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാം. അപ്പോൾ ഇവന്മാർ ഏതാണ്ട് നമ്മൾ തീർത്ത് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പുറത്തൊരുത്തനെ കണ്ടു. അവനെ നമ്മൾ ഉടനെ തന്നെ തീർത്തില്ലെങ്കിൽ എല്ലാവരും തന്നെ അലേർട്ടൊക്കെ തന്നെയാവും. അപ്പോൾ നോക്കട്ടെ, അവൻ എവിടെയാണ് നമ്മൾ അവനെ കണ്ടേ. സെറ്റ്, അവനെ നമ്മളങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിലും നമുക്ക് എൽ റൂബിയോൻ്റെ ഡോക്ടറിനെ താഴെയാണ്. എൽ റൂബിയോൻ്റെ മോള് താഴത്തെ അണ്ടർഗ്രൗണ്ട് ബേസിലൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ കയറി രക്ഷിക്കുകയൊക്കെ തന്നെ വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും ഗൈസ്. അപ്പോൾ ഇവന്മാർ രണ്ടും നമുക്ക് ഒരുമിച്ച് തീർക്കണം. അപ്പോൾ ഇത് 2 സപ്രസറുള്ള വെപ്പണാണ്. ഓക്കെ, രണ്ടിനെ ഒരുമിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട്. അവന്മാർ അറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പോൾ ഇവനെ തീർത്തേക്കാം. ഓക്കെ, അവനെ തീർത്തു. അപ്പോൾ ഇവനെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇവനെയും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പുറത്തേക്ക് 2 നമ്മുടെ ബോഡി ഗാർഡ്സ് ആട്ടോ. അപ്പോൾ അവന്മാരെ നമ്മൾ അടിച്ച് ഇട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡഗൻ ബോസിന് സംശയം തോന്നും. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സിന് മാത്രം തീർത്തില്ല, ബാക്കി എല്ലാവരും തന്നെ തീർത്തു എന്നൊക്കെ തന്നെ വിചാരിച്ചാൽ. അപ്പോൾ നമ്മുടെ ഒരു ബോഡി ഗാർഡിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്കങ്ങ് അടിച്ചിട്ടേക്കാം. അപ്പോൾ പുറത്തൊരു സെക്യൂരിറ്റി തന്നെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോപ്പൊക്കെ തന്നെയാണ് ഇതിനെല്ലാം സാക്ഷികൾ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചോപ്പിനും തന്നെ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. അവരെന്തായാലും നമ്മൾ ഒറ്റ കൊടുക്കുകയൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ താഴെ നമ്മൾ അന്ന് വന്നപ്പോൾ താഴെ ഒരു 4-5 ഗാർഡ്സിനൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ നോക്കാം, നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. എന്താണ് അവസ്ഥ എന്നൊരു പിടുത്തം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്. അവൻ്റെ തലക്കിട്ട് നമ്മൾ കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്ക് ഇനി പയ്യെ താഴത്തോട്ട് ഇറങ്ങിയേക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ മോനെ. അപ്പോൾ ഇവിടെ 2-3 പേരൊക്കെ തന്നെ ഉണ്ട്. ഒരുത്തനെ തീർത്ത് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അലേർട്ടാവും. ഓക്കെ, അപ്പോൾ അവൻ നമ്മൾ തീർത്തു. ഇവന്മാർ എൻ്റെ മോനെ. അപ്പോൾ ഇവന്മാർ കറക്റ്റ് എല്ലാവരും തന്നെ അലേർട്ട് ആവുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും തന്നെ തീർത്തു. അപ്പോൾ നോക്കാം ഈ റൂമിൽ ആരെല്ലാം ഉണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ റൂമിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇപ്പുറത്തെ റൂമിലാണ് നമ്മുടെ എൽ റൂമിൻ്റെ ഡോക്ടറിനെ കൊണ്ട് വെച്ചിരുന്നത്. ഇവിടെ എടുത്തുണ്ട്. അവൻ എൻ്റെ മോനെ 2 തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എൽ റൂബിയൻ്റെ മോള് ഇവിടെ ഇരിക്കുന്നൊക്കെ നമ്മൾ സേഫാണ്. അപ്പോൾ ഡഗൻ ബോസിനെ നമ്മൾ ഇവിടെ ഒന്നും തന്നെ കണ്ടില്ല. ഡഗൻ ബോസിനെ കണ്ടാൽ നമുക്ക് തീർക്കാൻ തന്നെ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് അടിച്ച് ബോധം കെടുത്തി ഇടാനൊക്കെ തന്നെയായിരുന്നു പറ്റത്തൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ ഇവളോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവള് സഹായിക്കാമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫിയൻ ഇഷ്ടം ഇവള് സഹായിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ നന്നായിട്ട് തന്നെയാണ് ഇവളോട് പെരുമാറുന്നത്. നമ്മളിവിടെ ഉപദ്രവിച്ചിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവളെയും കൂട്ടി പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഡഗൻ ബോസിന് വല്ല റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങോട്ട് വരുന്നതെന്ന് ആരും തന്നെ ഇതുവരെ
അലേർട്ട് ആയിട്ടില്ല. എങ്ങാനും ആൾക്കാർ അലേർട്ട് ആയിക്കഴിഞ്ഞാൽ, കാരണം ഇവന്മാരുടെ വാക്കി ടോക്കിയിലോട്ട് അവർ വിളിച്ചിട്ട് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ അഗ്നി ബോസിൻ്റെ ആൾക്കാർ ഇനിയും ഇങ്ങോട്ട് വരുമെന്നൊക്കെ തന്നെ സാധ്യതയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി പുറത്തോട്ട് ഇറങ്ങിയേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ താഴെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ നമുക്ക് പോയി എടുക്കാം. അപ്പോൾ അവൾ പുറകെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൾ പുറകെ വരുന്നൊക്കെ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവളെ നമ്മൾ എന്തായാലും സേഫായിട്ട് എത്തിക്കുകയൊക്കെ തന്നെ വേണം. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങ് എടുത്തേക്കാം. സെറ്റ് ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റും അങ്ങനെ ഓൺ ആക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അവളിത് എവിടെ പോയി? അവളിവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് എന്നിട്ട് കുറച്ചങ്ങ് റിവേഴ്സ് എടുത്തേക്കാം. അപ്പോൾ അവളെന്നേരം വന്ന് കയറട്ടെ. അങ്ങനെ ഗൈസ്, അപ്പോൾ അവളും വന്ന് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അവളെ കണ്ട നമ്മുടെ സോഫിയനെ പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഓക്കെ, നമ്മുടെ സോഫിയനെ പോലെ സോഫിയ മാത്രമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സേഫായിട്ട് വണ്ടിയിലോട്ട് കയറ്റിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഹിമാലയൻ്റെ അടുത്ത് വന്നാൽ എന്തായാലും നന്നായി. സീൻ ഗൈസ്, ഇടിച്ച് പണ്ടാരടങ്ങിയാനെ. അപ്പോൾ സീനൊന്നും തന്നെ കിട്ടിയൊന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മളെന്തായാലും നേരെ റോഡിലോട്ട് കയറുമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ റോഡിലോട്ട് കയറാം. അപ്പോൾ ഈ വഴി തന്നെ വിടാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് റോഡിലെത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, സീനൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ വൈറ്റ് മാൻഷനിലൊക്കെ തന്നെയാണ്. അവിടെയാണ് നമ്മൾ എൽ റൂബി ഉണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ സോഫിയനെ എൽ റൂബി തടങ്കലിലൊക്കെ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇവിടെ കൊടുത്ത് നമ്മൾ സോഫിയനെ നമുക്ക് രക്ഷിക്കാം. അവന്മാരെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പുറത്തോട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വൈറ്റ് മാൻഷനിലോട്ട് പോവാം. അങ്ങനെ ഇവളെയും കൂട്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൽ റൂബി വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ചെന്നിട്ട് ഇവിടെ അങ്ങ് ഡെലിവറി ചെയ്തിട്ട് വേണം നമ്മുടെ സോഫിയനെ രക്ഷിക്കാനൊക്കെ തന്നെ വേണ്ടി. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഗേറ്റ് അങ്ങ് തുറക്കട്ടെ. ഓക്കെ, അങ്ങനെ ഗേറ്റും തുറന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവന്മാരിത് എവിടെ പോയി? ആ വണ്ടികളൊന്നും തന്നെ എൽ റൂബി വന്ന വണ്ടികളൊന്നും തന്നെ ഇവിടെ കാണുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി മാത്രമാണ് ഇവിടെ കാണുന്നതൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓക്കെ, നമ്മുടെ ഗാർഡ്സിൻ്റെ ബോഡി ഇവിടെ കിടക്കുന്നൊക്കെ തന്നെ. നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. ഓക്കെ, അവന്മാർ നമ്മൾ ഉള്ളിലാണ് കണ്ടത്. പണ്ടാലും തുറക്കുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇവിടെയൊന്നും തന്നെ ഇല്ലേ? ഇവന്മാരിത് എവിടെ പോയി? അപ്പോൾ നമ്മൾ സോഫിയ ഇവിടെ കാണുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആരോ കോള് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൾ വിളിച്ച് വേറെ ആരും തന്നെ ഇല്ല. എൽ റൂബിയാണ് നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എൽ റൂബി പറഞ്ഞിരിക്കുന്നത് എൽ റൂബിൻ്റെ മോളെ നമ്മൾ കായോ പെരിക്കോ കൊണ്ട് കൊടുക്കണമെന്ന്. എൻ്റെ മോൻ, ഇതൊരു ട്രാപ്പ് ആവാനൊക്കെ തന്നെ സാധ്യതയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കായോ പെരിക്കോ നമ്മുടെ സോഫിയനെ എൽ റൂബി തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ സോഫിയാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും തന്നെ നോക്കുന്നൊന്നും തന്നെ ഇല്ല. നമ്മൾ എന്തായാലും നേരെ കായോ പെരിക്കോ ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കായോ പെരിക്കോ പോകാൻ വേണ്ടി എൽ റൂബി തന്നെ ഒരു ഹെലികോപ്റ്റർ റെഡിയാക്കി വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഒരു GPS ഒക്കെ തന്നെ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടെന്നാണ് എൽ റൂബി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഹെലികോപ്റ്റർ നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറത്തൊരു ഗാർഡനൊക്കെ തന്നെ ഉണ്ട്. അവിടെ എൽ റൂബിന് ഗാർഡ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ആ ഹെലികോപ്റ്റർ നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൽ റൂബിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ. വണ്ടി പോകണമെങ്കിൽ പോട്ടെ. അപ്പോൾ നമ്മുടെ സോഫിയെ നമുക്ക് പോയി രക്ഷിക്കുകയൊക്കെ തന്നെ വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാന്ന് തോന്നുന്നു എൽ റൂബിൻ്റെ ഹെലികോപ്റ്ററൊക്കെ തന്നെ. എൽ റൂബിൻ്റെ ഗാർഡ്സൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹെലികോപ്റ്ററിലോട്ട് കയറി. എൻ്റെ മോന് ലക്ഷറി ഹെലികോപ്റ്ററൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തേ നമ്മളെ സാമും ആ സൈഡിൽ കൂടെ വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എൽ റൂബിൻ്റെ ഡോട്ടറാണത് സാം. ഓക്കെ, അപ്പോൾ അവളും വന്ന് കയറട്ടെ. ഓക്കെ, സെറ്റ് കേസ്. അപ്പോൾ അവളും ഇങ്ങനെ വന്ന് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടെ ഹെലികോപ്റ്റർ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ടയറും നമ്മളങ്ങനെ ഉള്ളിലോട്ട് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. സെറ്റ് കേസ്. അപ്പോൾ അവൾ വന്ന് കയറിയത് ബാക്ക് സൈഡിലോട്ടൊക്കെ തന്നെയാണ്. സീൻ. അപ്പോൾ സിറ്റിയൊക്കെ തന്നെ കാണാൻ അടിപൊളിയായിട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കായോപ്പെരിക്ക് എത്താൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കായോപ്പെരിക്കോയിലോട്ട് വിട്ട് പോവുക തന്നെ വേണം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ അവസാനം കായോപ്പെരിക്കോയിലോട്ട് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അവിടെയും കൂടി സേഫായിട്ടൊക്കെ തന്നെ നമ്മൾ കായോപ്പെരിക്കോയിലോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ആ മാൻഷൻ്റെ അവിടെ ഉള്ള ഹെലിപ്പാഡിലോട്ടാണ് നമുക്ക് വണ്ടിയൊക്കെ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, സീനൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ സേഫായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സേഫായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫിയനെ നമുക്ക് തിരിച്ച് സേഫായിട്ടൊക്കെ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എൽ റൂബി പണി തരുമെന്നൊക്കെ തന്നെ സാധ്യതയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ട്രാപ്പ് ആണോ എന്ന് തന്നെ നമുക്കൊരു പിടുത്തവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും സേഫായിട്ട് ഈ ഹെലികോപ്റ്റർ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് സെറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹെലികോപ്റ്റർ കൊണ്ട് സെറ്റായിട്ടൊക്കെ തന്നെ ലാൻഡ് ചെയ്യിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇതൊരു ലക്ഷൂറിയസ് സാധനമൊക്കെ തന്നെ ഫുള്ളി ഗോൾഡും കൊണ്ട് ഉണ്ടാക്കിയ ഹെലികോപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇവിടെ ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൻ നമ്മളോട് പറഞ്ഞ് എൽ റൂബി ഉള്ളിൽ വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളോട് ഇത് ഈ ജീപ്പ് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജീപ്പ് എടുത്തേക്കാം. ഓക്കെ, അവനും വന്ന് ജീപ്പിലോട്ട് കയറുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൾ വന്ന് ബാക്കിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നേരെ മാൻഷൻ്റെ ഉള്ളിലോട്ട് വിടാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നേരെ മാൻഷൻ്റെ ഉള്ളിലോട്ട് വണ്ടി വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എൽ റൂബിൻ്റെ ഇവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ജീപ്സൊക്കെ തന്നെ കണ്ടുവരുന്നത്. എൽ റൂബിൻ്റെ കയ്യിൽ മാത്രമാണ് ഇങ്ങനത്തെ ഈ തരം ജീപ്സൊക്കെ തന്നെ ഉള്ളത്. ഇതൊരു വില്ലീസ് മോളിൽ ജീപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് എൽ റൂബിൻ്റെ മാൻഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർ ഗേറ്റൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. നമ്മളോട് വണ്ടി ഉള്ളിലോട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ പാത്ത് ഫോളോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഗാർഡ്സ് നിൽക്കുന്ന
പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ നമ്മുടെ ബാക്കിലൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എൽ റൂമിൻ്റെ ആ ഗാർഡ് നമ്മുടെ ബാക്കിൽ തന്നെ വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് അവൾ ഇവിടം വരെ എത്തിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ സോഫിയെ നമുക്ക് എൽ റൂമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന്മാർ നേരെ അടിയിലോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വലിയ വാതിലൊക്കെ തന്നെയുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊരു വാതിലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. അപ്പോൾ ഫുള്ള് ഗാർഡ്സൊക്കെ തന്നെയാണ്. ഇവന്മാരുടെ അടുത്തുള്ള വെപ്പൺസാണ് നമ്മൾ പണ്ട് മോഷ്ടിച്ചൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു കാർബൺ റിഫിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇവിടെ എൽ റൂബി ഇത് എവിടെ പോയി? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് ഗാർഡ്സൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടലതിന് റിസ്ക് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സോഫിയനെ ആദ്യം ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ മോനപ്പോൾ നമ്മൾ സോഫി എവിടെയും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം ഡയറക്റ്റ് സോഫീൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. എൽ റൂബി നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ റൂബിയോനെ സംസാരിച്ചപ്പോൾ എൽ റൂബി പറഞ്ഞ സോഫീനെ കൂട്ടി ഇവിടുന്ന് പൊക്കോളാനാണ്. എൻ്റെ മോൻ ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ നമ്മളെ ഇവിടുന്ന് വിട്ടോ? ഇതിലെന്തോ ദുരൂഹതയുണ്ട്. കാരണം എൽ റൂബിയാണിത് ഗൈസ്. അപ്പം നമ്മൾ സോഫിയനെ കൂട്ടി ഇവിടുന്ന് സ്ഥലം വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സോഫി അപ്പോൾ സേഫാണ്. അങ്ങനെ നമ്മളപ്പോൾ സോഫിയനൊക്കെ തന്നെ സേവ് ചെയ്തിട്ടൊക്കെ തന്നെയാണ്. സോഫിയെ നമ്മൾ ആശ്വസിപ്പിക്കുകയൊക്കെ തന്നെയാണ്. എൻ്റെ മോനി എന്താണ് എൽ റൂബിനും ഗാർഡ് വന്നിട്ട് നമ്മളെ രണ്ടുപേരും സോഫിയനെ അടിച്ചിട്ടു നമ്മുടെ ഫ്രാങ്ക്ലിനെ അടിച്ചവിടെ ബോധം കെടുത്തി ഇട്ടേക്കുകയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ചെങ്കിൽ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുക, ലൈക്ക് അടിക്കുക, സബ്